السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മുതഅല്ലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകർ, സ്നേഹജനങ്ങൾ, ബാംഗ്ലൂരിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരധ്യായത്തിന് ഈ മുബാറക്കായ വേദി സാക്ഷിയാവാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയുടെ ആധ്യാത്മിക മേഖലയിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പുരുഷൻ ബഹുമാനപ്പെട്ട മർഹൂം ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങളുടെ അനുസ്മരണ വേദിയിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ റഫഅ അല്ലാഹു ദറജതഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവർകൾ അവിടുത്തെ വിയോഗത്തിന് ശേഷം ഈ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അത്താണിയായി വേദനയിലും വ്യതയിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒരു മനുഷ്യൻ ഉയലുന്ന സമയത്ത് ഓടിച്ചെന്ന് ആശ പറ്റുവാനുള്ള അഭയകേന്ദ്രമായി ഈ സമുദായത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു മർഹൂം ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങൾ. അവിടുത്തേക്ക് നൽകപ്പെട്ട ലഖബും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുന്ന് സാദാത്തുക്കളുടെ കൺകുളിർമയായിരുന്നു. സത്യത്തിൽ സമൂഹത്തിൻ്റെ നിഖില മേഖലകളിലുമുള്ള എല്ലാ മനുഷ്യരുടെയും അത്താണിയായിരുന്നു അവിടുന്ന്. ഒരാളെയും ആത്മീയമായ ഉന്നതമായ വിധാനത്തിൽ വിരാജിക്കുമ്പോൾ തന്നെ സമൂഹത്തിലെ സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുക എന്ന ചരിത്രത്തിൽ, ഇസ്ലാമിക ആധ്യാത്മിക ചരിത്രത്തിൽ ചില ആളുകൾക്ക് മാത്രം സാധ്യമായ ഏറ്റവും വലിയ ദൗത്യമായിരുന്നു കുറഞ്ഞ കാലം കൊണ്ട് മഹാനവർകൾ നിർവഹിച്ചത്. അവിടുത്തെ അന്ത്യയാത്രയുടെ മുന്നോടിയായി നടന്ന സംഭവങ്ങൾ എത്രമാത്രം അവിടുന്ന് ആധ്യാത്മികമായി ഔന്നിത്യം പ്രാപിച്ചിരുന്നു എന്നതിൻ്റെ വലിയ തെളിവുകളാണ്. അവിടുന്ന് ജീവിച്ച കർണാടകയിലെ മംഗലാപുരത്ത് പുത്തൂരിനടുത്തുള്ള കൂറത്ത് എന്ന് പറയുന്ന സ്ഥലം അതെത്ര ആയിരങ്ങളുടെ അഭയകേന്ദ്രമായി മാറി എന്നത് ആ നാട്ടിൽ വ്യതയും വേദനയുമായി വരുന്ന ഒരാളും ഒരിക്കൽ പോലും സങ്കടത്തോടു കൂടി മടങ്ങേണ്ടി വന്നിട്ടില്ല എന്നത് അവിടുന്ന് ഈ സമൂഹത്തിന് ചെയ്തു തന്ന ഉന്നതമായ സംഭാവനയെ, സേവനത്തെ, ആ സാന്നിധ്യം കൊണ്ട് ഈ സമൂഹം അനുഭവിച്ച ഏറ്റവും വലിയ റിലാക്സ് അതിന് തെളിവായിരുന്നു. തന്നെ തേടി വരുന്നവർ തൻ്റെ അസാന്നിധ്യത്തിൽ പോലും ആത്മീയമായ തനിക്ക് അല്ലാഹു തആല നൽകിയ ആ വലിയ തൗഫീഖ് അത് കിട്ടാതെ തിരിച്ചു പോകരുത് എന്ന ഉദാത്തമായ വിശ്വാസത്തിൻ്റെ, ആ ഒരു സൃഷ്ടികളോടുള്ള വല്ലാത്ത ശഫഖത്തിൻ്റെ അടയാളമായിരുന്നു ആ നാട്ടിൽ മഹാനവർകളുടെ സന്നിധാനത്തിൽ മന്ത്രി ചൂതിവെച്ച വെള്ളം. ഇങ്ങനെ സമൂഹത്തിലെ സാധാരണക്കാർക്ക് ഏത് ഘട്ടത്തിലും കടന്നു ചെല്ലാൻ കഴിയുന്ന, എത്തിപ്പെടാൻ കഴിയുന്ന, ഒരിക്കലും ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ, ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ എത്തിച്ചേരാൻ കഴിയുന്ന ഉന്നതമായ ഒരു മഹനീയമായ സാന്നിധ്യമായിരുന്നു അവിടുത്തെ സന്നിധാനങ്ങൾ. അതുകൊണ്ട് തന്നെ മഹാനവർകൾ അനുസ്മരിക്കുന്ന ഈ വേദിക്ക് വലിയ പുണ്യമുണ്ട്. മഹാനവർകളെ ഓർത്തെടുക്കുന്ന ഈ ഒരു മജ്‌ലിസിന് വലിയ പുണ്യമുണ്ട്. നമുക്കറിയാം, ഈ മജ്‌ലിസിന്റെ രണ്ടാമത്തെ പുണ്യം, ഈ ആത്മീയമായ മജ്‌ലിസിന് നേതൃത്വം നൽകാൻ വേണ്ടി ഇന്ന് ആഗോള തലത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ, ആഗോള തലത്തിൽ കേരളത്തിൻ്റെയും കർണാടകയുടെയും മുസ്ലിം ഇന്ത്യയുടെയും അടയാളമായ ഐക്യനായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ
ഷെയ്ഖുന AP ഉസ്താദ്, ദി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഈ ആത്മീയ സംഗമത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി എത്തുന്നു എന്നതാണ്. ബാംഗ്ലൂരിലെ സംഘടനാ പ്രവർത്തകർക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഇത് ഏറ്റവും വലിയ സുലഭ മുഹൂർത്തമാണ്. അവരാഗ്രഹിച്ച, അവർ കാലങ്ങളായി കൊതിച്ച ഒരു മഹനീയമായ മജ്ലിസിന് ഈ വേദി സാക്ഷിയാവുകയാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഈ വരവോടുകൂടി ബാംഗ്ലൂരിൽ മലയാളികൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഇതുവരെ വ്യത്യസ്തങ്ങളായ മഹല്ലുകളായി വേർതിരിഞ്ഞു നിന്നവർ ഇന്നൊരു കുടക്കീഴിൽ മഹാനായ സുൽത്താനുൽ ഉലമയെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ മതപരമായ അവസാന വാക്കായി, തങ്ങളുടെ മതപരമായ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിവിധി നിർദ്ദേശിക്കുന്ന അവസാനത്തെ വാക്കായി ബാംഗ്ലൂരിലുള്ള മലയാളികളായ സുന്നികളായ ആളുകൾ മഹാനരായ സുൽത്താനുൽ ഉലമയെ അവരുടെ ഖാളിയായി ബൈഅത്ത് ചെയ്യാൻ പോകുന്ന മഹനീയമായ മുഹൂർത്തത്തിന് ഈ വേദി സാക്ഷിയാവുകയാണ്. ഇങ്ങനെ മൾട്ടി ഡൈമെൻഷൻ പോയിന്റുകളിലൂടെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ അസുലഭമായ, വളരെ സുന്ദരമായ സംഭവങ്ങൾക്ക് സാക്ഷിയാവാൻ പോകുന്നു എന്നത്, ഈ ഓഡിറ്റോറിയത്തിൽ പിറക്കാൻ പോകുന്നത് ഒരു പുതിയ ചരിത്രമാണ് എന്നതിന് സൂചകങ്ങളാണ്. ഇൻഷാ അല്ലാഹ് സുൽത്താനുൽ ഉലമയായ ബഹുമാനപ്പെട്ട നമ്മളുടെ കരളിന്റെ കഷ്ണമായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഇനി ബാംഗ്ലൂരിന്റെ കൂടി കിരീടം വെച്ച സുൽത്താനാവാൻ പോവുകയാണ് എന്ന് ഈ സദസ്സിന്റെ മുൻനിരയിൽ ഇരിക്കുന്ന, ഇനി വരാനിരിക്കുന്ന 60ഓളം വരുന്ന മഹല്ലുകളുടെയും മദ്രസകളുടെയും കാരണവന്മാരും അതിൻ്റെ മേലധികാരികളും ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഉസ്താദ് അവർകളെ ബൈഅത്ത് ചെയ്യുമ്പോൾ ബാംഗ്ലൂരിന്റെ ഈ ഉദ്യാന നഗരത്തിന്റെ കിരീടം വെച്ച രാജാവായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മാറുമെന്നത് ഈ ദിവസത്തിന്റെ, ഈ സന്ധ്യയുടെ, ഈ രാത്രിയുടെ ഏറ്റവും വലിയ ചരിത്ര സാന്നിധ്യമായിരിക്കും, അല്ലെങ്കിൽ സംഭവമായിരിക്കും എന്ന് ഞാനും നിങ്ങളും വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. നമുക്കറിയാം, ബാംഗ്ലൂരിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. കേരളത്തോളം തന്നെ സംഘടനാ പാഠവും പരിചയവും പറയാൻ കഴിയുന്ന കേരളത്തിന്റെ അയൽപക്ക സംസ്ഥാനമാണ് കർണാടക. SSF-ലായാലും SYS-ലായാലും സമസ്തയുടെ ജംഇയ്യത്തുൽ ഉലമയുടേതായാലും എല്ലാ സംഘടനാ സംവിധാനങ്ങളുടെയും അതിൻ്റെ തനി പകർപ്പ് ഈ മണ്ണിൽ നേരത്തെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ബാംഗ്ലൂരിലും അങ്ങനെ തന്നെയാണ്. കേരളം വിട്ടാൽ ഏറ്റവും കൂടുതൽ സംഘടിതമായി, കേഡർ സ്വഭാവത്തിൽ, വ്യത്യസ്തങ്ങളായ മഹല്ലുകളായി, വ്യത്യസ്ത സംഘടനാ സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖ നഗരമാണ് ബാംഗ്ലൂർ എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ്. അൽഹംദുലില്ലാഹ്, ബാംഗ്ലൂരിൽ ഈ സംഘടന കൊണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ സംവിധാനങ്ങൾ കൊണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപന സമുച്ചയങ്ങൾ കൊണ്ട് നാം കൈവരിച്ച പ്രബോധന ദൗത്യം അതൊരിക്കലും ഒരാൾക്കും ബാംഗ്ലൂരിന്റെ ചരിത്രം പറയുമ്പോൾ, അതെഴുതുമ്പോൾ, അത് രേഖപ്പെടുത്തുമ്പോൾ മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. ആതുര സേവന മേഖലയിൽ ഈ പ്രസ്ഥാനത്തിന്റെ അടയാളങ്ങളുണ്ട്. പണ്ഡിതന്മാരുടെ ഉജ്ജ്വലമായ പ്രബോധന ദൗത്യത്തിൽ ഈ മേഖലയിൽ പ്രസ്ഥാനത്തിന്റെ അടയാളങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷണൽ സിറ്റി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി എന്ന നിലക്ക് തന്നെ ധാരാളം കോടിക്കണക്കിന് വിദ്യാർത്ഥികളുള്ള ഈ നഗരത്തിൽ വിദ്യാർത്ഥികളെ ധാർമ്മികതയോട് ചേർന്ന്, ഇസ്ലാമിന്റെ മൂല്യങ്ങളോട് ചേർന്ന് ഈ കലുഷിതമായ അധാർമികത ആഘോഷിക്കപ്പെടുന്ന ക്യാമ്പസുകളിൽ ധാർമ്മികതയുടെ അടയാളങ്ങളും ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളുമായി വിദ്യാർത്ഥികൾക്ക് ജീവിക്കാനുള്ള ഊർജവും പെട്രോളും ഈ പ്രസ്ഥാനത്തിന്റെ, ഈ സംഘടനാ സംവിധാനത്തിന്റെ മേൽക്കൂരയിലെ കീഴിൽ നിന്നുകൊണ്ട് വളരെ സുന്ദരമായി വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സംഘടന കൈവക്കാത്ത ഒരു മേഖലയുമില്ല. ആതുര സേവന സാന്ത്വന മേഖലയിൽ SYS-ന്റെ സാന്ത്വനം നമുക്കറിയാം. ഈ കർണാടകയിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ എണ്ണപ്പെടുന്ന സാന്ത്വന ചാരിറ്റി സേവന സംഘടനയായി, സംവിധാനമായി മാറിയിട്ടുണ്ട്.
നമുക്കറിയാം, നമ്മളെ വേദനിപ്പിച്ച വയനാട്ടിൽ നടന്ന പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ഭീകരവും ദയനീയവുമായ ദൃശ്യം. ആ ദൃശ്യം കണ്ട് അവിടെയുള്ള മനുഷ്യന്മാരോട് മതത്തിൻ്റെ മേൽവിലാസങ്ങൾക്കപ്പുറത്ത് വിഭാഗീയമായ ചിന്താഗതികൾ പൂർണ്ണമായും മാറ്റിവെച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന, മാനവികത എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ആശയത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ആദ്യമായി ബാംഗ്ലൂരിലുള്ള ജനങ്ങളോട് സംഘടിക്കുവീൻ, വേദനിക്കുന്നവന്റെ കൂടെ നിൽക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വീടും സമ്പത്തും ഒരു ആയുഷ്കാലം സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി സംഘടന ആഹ്വാനം ചെയ്തത് ബാംഗ്ലൂരിലുള്ള മറ്റു പലരും പിന്നീട് ആ വഴിയിലേക്ക് വരാൻ കാരണമായി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ആളുകൾ നടക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, സ്വാഭാവികമായും പ്രയാസങ്ങളും പ്രാതികൂല്യ സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും ഭയപ്പെടുന്ന മേഖലയിലേക്ക് ആരെയും കാത്തിരിക്കാതെ ഈ പ്രസ്ഥാനം കടന്നു ചെന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളം എന്ന് പറയുന്ന ചെറിയ ഒരു നാട്, ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ലോകത്തിന് ഏറ്റവും സുന്ദരമായൊരു മോഡൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിം നേതാക്കന്മാർക്കും അത് മാതൃകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ നാം നേടിയ ഉന്നതമായ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ആ ഒരു മഹാ അധ്യായം, ആ അധ്യായത്തിലേക്ക് ഇന്ന് രാത്രി ബാംഗ്ലൂരിൽ പുതിയ ഒരേട് കൂടി ചേർക്കപ്പെടുകയാണ്. ഇനി മുതൽ ബാംഗ്ലൂരിന്റെ ഖാസി എന്നറിയപ്പെടുന്നത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദായിരിക്കും. വാക്കുകൾ നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഉചിതമായ സമയത്ത് വേണ്ടതുപോലെ പറയേണ്ടതൊക്കെയും സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഈ വേദിയിലും മറ്റു വേദികളിൽ നിങ്ങളോട് പങ്കുവെക്കും. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.